ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ വിങ്കാ റോസുകളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നട്ടപ്പോൾ ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 5 പോട്ടുകളിലായിട്ട് 5 പ്ലാന്റാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ 4 എണ്ണം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇച്ചിരി അത് കേടൊക്കെ വന്നിട്ട് പോയിട്ടില്ല, പക്ഷേ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഇതുപോലെ ഫ്ലവർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്നാൽ അറിയാം, ഇതിൻ്റെ ഉള്ളിൽ വിത്തുകൾ വീണിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ സീഡുകൾ പൊഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീണിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതുപോലെ വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ 2 കളറാണ് ഉള്ളതെങ്കിൽ കൂടി അതിൻ്റെ പൂക്കളുടെ ഷേപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും സെയിം ആണ്, പക്ഷേ ഇത് സെയിം കളറാണെങ്കിൽ കൂടി ഇതിൻ്റെ പൂക്കളിൽ ചെറിയ ഷേപ്പിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതാണ് ഇതിനെ ഇത്രയും വ്യത്യസ്തമാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് നട്ട് നോക്കുമ്പോൾ അറിയാം ഇത് തന്നെ കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വെച്ച് നോക്കിയത്. എന്തായാലും അത് സക്സസ് ആയി. ഇവിടെ സീനിയ ഞാൻ നമ്മൾ പിച്ചി പതിവയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പുതിയ തൈ ഉണ്ടാക്കാൻ വിത്തിട്ട് നോക്കി ഇതിൻ്റെ, പക്ഷേ വിത്ത് കിളിച്ച് കിട്ടുന്നില്ല. അത് കാരണം ഞാനത് പതിവയ്ക്കുവാണ് കേട്ടോ. പതിവെച്ച് വെച്ചിരിക്കുവാണ്. ഇത് ഇവിടെ നോക്കിയാൽ അറിയാം, 2 ദിവസമേ ആയിട്ടുള്ളൂ. ഞാനിങ്ങനെ തണ്ടിങ്ങനെ താഴെ കൂടെ വെച്ചിട്ട് അതിൽ മണ്ണിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.